UA എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. തൊഴിൽ തകർച്ചയും ജീവിത ചിലവുകൾ കൂടിയതും ആനുകൂല്യങ്ങൾ കുറച്ചതും എണ്ണയുടെ വിലയിടിവുമെല്ലാം കൊണ്ട് വീർപ്പുമുട്ടുന്ന പ്രവാസികളെ അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിക്കുകയാണ് ഇന്ന് നിലവിലുള്ള വിമാന കമ്പനികൾ. വിമാന കമ്പനികളുടെ കൊള്ള പിടിച്ച് സ്വന്തം നാട്ടിലേക്കുള്ള യാത്ര മുടക്കിയിട്ടാണേലും കുടുംബത്തിനും ബന്ധുക്കൾക്കും കുറവുണ്ടാവാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവാസികളെ ഇത്തരം കൊള്ളയടിയിൽ നിന്നും രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയോടെ ഈ ആഴ്ചയിലെ UA എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നു. തിരുവനന്തപുരം വഞ്ചൂർ സ്വദേശി ഷംനാദ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഒമാനിൽ വെച്ച് BP ഹൈയായി സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ഒരു വശം തളർന്നുപോയതാണ്. ഷംനാദ് ഇപ്പോഴും ചികിത്സയിലാണ്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന ഷംനാദിന്റെ കുടുംബം ഇപ്പോഴും സുമനസുകളുടെ സഹായത്തിലാണ് മുന്നോട്ടു പോകുന്നത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഷംനാദിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഷംനാദ് M, അക്കൗണ്ട് നമ്പർ 67 32 84 96 29 3, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, പൂന്തുറ ബ്രാഞ്ച്, ട്രിവാൻഡ്രം, കേരള, ഇന്ത്യ. IFSC കോഡ് SBTR 000422. കോൺടാക്ട് നമ്പർ 00919539137165. ഒന്നര വർഷം മുമ്പ് ഡൽഹിയിൽ നിന്നും വീട് വിട്ടിറങ്ങിപ്പോയ ഭർത്താവിനെ തേടിയാണ് ഷഫീന ഇന്ന് പ്രവാസി ലോകത്തിലെത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇവർ നടത്തുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് ചില കടപ്രശ്നങ്ങൾ തങ്ങൾക്കിടയിലുണ്ടെന്ന് ഷഫീന ഇവിടെ ബോധിപ്പിക്കുന്നു. സൈനുദ്ദീൻ ഇപ്പോൾ ദുബായിലാണ് ഉള്ളതെന്നാണ് ഷഫീനയുടെ വിശ്വാസം. എത്ര കാലമായി ഡൽഹിയിൽ? ഞങ്ങൾ 10 വർഷത്തോളമായി. എവിടെയാണ് സ്ഥലം? നിസാമുദ്ദീൻ. ഔലിയുടെ തൊട്ടടുത്ത? അടുത്ത. അതിന്റെ ഉള്ളിൽ തന്നെ? അല്ല, റോഡ് സൈഡില്ല, ദർഗയുടെ ഉള്ളിലല്ല, പുറത്ത് റോഡില്. എങ്ങനെ ഡൽഹി ചെന്ന് വിട്ടു? ഡൽഹിയിൽ ചെന്ന് വിട്ടെന്ന് പറഞ്ഞാല് എന്നെ കല്യാണം കഴിച്ചത് 2005. കല്യാണം കഴിച്ചിട്ട് എന്നെ അന്ന് ചെന്നൈയിലായിരുന്നു പുള്ളി പണി. എനിക്ക് അവിടെ ആ പണി എന്നൊക്കെ പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ച് അവിടെ പോയതാ. അവിടെ ഇതുപോലെ കുറേ പ്രശ്നങ്ങളോ അതും ഇതൊക്കെ ആക്കിയിട്ട് ആരെ കണ്ടാലും ഈ പൈസ പ്രശ്നവും ഇങ്ങനെ പേടിക്കൽ, കൊടുക്കൽ, തിരിച്ചു കൊടുക്കൽ, മേടിക്കലൊക്കെ ആവും. അങ്ങനെ ആയി. അവിടെ നിന്ന് പിന്നെ നാട് വിടേണ്ട ഒരു സ്റ്റേജ് വന്നിട്ടാണ് ഡൽഹിയിൽ വരുന്നത്. ഡൽഹിയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു പ്രശ്നത്തിലും ചെന്ന് തലയിടരുത്, എന്ത് കഷ്ടപ്പെടാനും ഞാൻ തയ്യാറായി. ഞങ്ങൾ ഹോട്ടലിൽ തുടങ്ങുന്നെങ്കിൽ തുടങ്ങി അങ്ങനെ ജീവിക്കാമെന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ഈ ഹോട്ടൽ തുടങ്ങുന്ന ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡൽഹിയിൽ വന്നിട്ട് 10 വർഷത്തോളം വന്നു. അങ്ങനെ ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് അങ്ങനെ ജീവിച്ചിട്ട് കുറച്ച് ഇതിനിടയിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്റെ വീട് വർക്കല, പുള്ളി കണ്ണൂരാണ്. അത് എൻ്റെ ഈ മറ്റു വിവാഹം എന്തൊക്കെ വേർപെട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ പത്രത്തിൽ വന്ന പരസ്യത്തിൽ നിന്നും ഇവര് അവിടെ അവരുമായിട്ട്. നിങ്ങള് ആദ്യം വിവാഹം കഴിച്ച് അതിൽ മക്കളുണ്ട്? 2 കുട്ടികളുണ്ട്. 2 മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഡൈവേഴ്സ് ചെയ്തത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങനെ മദ്രാസിലെത്തി? ഈ പുള്ളി കല്യാണം കഴിച്ചു കൊണ്ടുപോയതാ എന്നെ നാട്ടിൽ നിന്ന്. അത് ശരി. ഈ പത്രപരസ്യത്തിലൂടെയാണ് വർക്കലക്കാരിയായ നിങ്ങളെ കണ്ണൂർക്കാരനായ സൈനുദ്ദീൻ, എന്തായാലും സൈനുദ്ദീൻ അന്ന് എന്നോട് പറഞ്ഞത് മുഹമ്മദ് എന്നാ പേരെന്ന് പറഞ്ഞതാ. എന്നോട് കണ്ണൂരാണ് പറഞ്ഞില്ല. കണ്ണൂർ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പുകാരനാണ് സൈനുദ്ദീൻ. സൈനുദ്ദീൻ വേറെ കല്യാണം കഴിച്ചിരുന്നോ? വേറെ ആദ്യ ഭാര്യ 3 ആൺകുട്ടികളുണ്ടായിരുന്നു. നിങ്ങൾക്ക് 2 ആൺകുട്ടികളും അയാൾക്ക് 3 ആൺകുട്ടികളും. വലിയ പടയാണ്, 5 ആള്. എന്നിട്ട് അദ്ദേഹം അവരെ ഒഴിവാക്കിയിട്ടാണോ നിങ്ങളെ കല്യാണം? അവര് ഒഴിവാക്കിയിട്ടില്ല, അവരുമായിട്ട് പോയി പിരിഞ്ഞിട്ട് 8 വർഷത്തോളം ആയെന്ന് പറഞ്ഞന്ന്. പത്രപരസ്യത്തിലൂടെ നിങ്ങൾ അഗ്രി ചെയ്യുന്നു, അയാൾ അഗ്രി ചെയ്യുന്നു അല്ലേ? വിളിച്ചിട്ട് കല്യാണം വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടാണ്? വീട്ടുകാർ അറിഞ്ഞ് തന്നെ കല്യാണം കഴിച്ചു. നിങ്ങൾ കണ്ണൂർ പോയിട്ടുണ്ടോ? കണ്ണൂർ പോയിട്ടില്ല. നിങ്ങൾ തലപ്പറമ്പിൽ പോയിട്ടില്ല? അദ്ദേഹം ഇങ്ങോട്ട് വരിക ചെയ്ത്? ഇങ്ങോട്ട് വരിക ചെയ്ത്. അങ്ങനെ നിങ്ങൾ പിന്നെ ചെന്നൈയിലേക്ക് 2 ആളും കൂടിയിട്ട്? അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്ത് ജോലിയായിരുന്നു നിങ്ങൾക്ക്? അവിടെ എന്നോട് പറഞ്ഞത് എക്സ്പോർട്ടിങ് ആണെന്നാ പറഞ്ഞത്, ചെമ്മീൻ്റെ. പക്ഷെ അതൊന്നും അല്ലായിരുന്നെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. എന്തായിരുന്നു? ഒന്നുമില്ലായിരുന്നു, ഒരു പണിയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊത്തം ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളായിരുന്നു അയാൾക്ക്. ഇതിപ്പോ ഈ പരിപാടി കാണുകയാണെങ്കിൽ ചെന്നൈയില് നാട്ടിലെ മൂത്ത ആൾക്കാർക്ക് ഈ ആൾക്ക് പറിച്ചറിയാം. അതുകൊണ്ട് ഫോട്ടോ ഇതിൽ ഡെഫിനറ്റായിട്ട് ഫോട്ടോ കൊടുക്കണം.
ഇത് പറയാൻ വേണ്ടിയാണ് അവിടെ വന്നത്? അല്ല, അത് പറയാൻ വേണ്ടിയല്ല. വെച്ചാൽ എന്നിട്ട് 2-3 വർഷം 2-3-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടും വസ്തുവും പുള്ളി വിറ്റ്. എനിക്ക് എന്നോട് പറഞ്ഞത് ബോംബെയിൽ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, അത് ഞാൻ വിറ്റിട്ട് നേരെ ഒരു നല്ല ഒരെണ്ണം വാങ്ങി തരാമെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ വസ്തുവും വീടും വിറ്റതാണ്. എനിക്ക് അത് എൻ്റെ കണ്ടീഷനിൽ ഞാൻ ഇപ്പം നാട്ടിൽ പോകാനാ, എനിക്ക് അവിടെ നിൽക്കാനാ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് എൻ്റെ അത് തിരിച്ചു കിട്ടണം. എത്ര രൂപ ഉണ്ട്? അന്ന് 10 വർഷമായി 5,5 ലക്ഷം രൂപയ്ക്ക് വിറ്റതാ വീടും. ഡൽഹിയിൽ പോയിട്ട് എത്ര അല്ലേ? ഡൽഹിയിൽ ഇപ്പം 8-9 വർഷമായി. മക്കളും കൊണ്ടുപോയി? ഈ പോണടത്തൊക്കെ നിങ്ങളെ മക്കളെ കൊണ്ടുപോയി? എന്നിട്ടിപ്പോ ഈ ഡൽഹിയിൽ കച്ചവടം ചെയ്തു. ഡൽഹിയിൽ കച്ചവടം കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഹോട്ടലൊക്കെ വാടകയ്ക്ക് കടയൊക്കെ എടുത്ത് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്ന. നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുമ്പോ ഈ പൈസ പ്രശ്നം എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. അതാണ് അന്വേഷിക്കേണ്ടത്. അത് എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഇപ്പൊ നിങ്ങളാണോ പീടിക നടത്തുന്നത്? ഇപ്പൊ ഞാൻ തന്നെ നടത്തുന്നു. കച്ചവടമൊക്കെ പഠിച്ചാ? നന്നായിട്ട് അറിയാം. ലാഭം ഉണ്ടോ കച്ചവടത്തില്? ലാഭം ഇല്ല, ഞങ്ങൾക്ക് വാടകകളൊക്കെ കൂടുതലാണ്. വീടിന് വാടക കൂടുതൽ, കടയ്ക്ക് വാടക കൂടുതൽ. ഇപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ ജോലിക്കാർ കുറവാ. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നു. ഇവിടെ വന്ന ഉദ്ദേശം എന്താ? പുള്ളി ഇപ്പൊ ഇതെല്ലാം കുറെ പൈസ പ്രശ്നം. അവിടെ ദുബായിക്ക് പോയി. അവിടെ ഭാര്യയും മക്കളുമായിട്ടാണ് ഇപ്പോൾ ഉള്ള ബന്ധം. അവര് ആദ്യം ഭാര്യയും മക്കളുമായിട്ടാണ് ഇപ്പോൾ ഉള്ള ബന്ധം. അവരായിട്ട് ലോഹിയായി നിങ്ങളെ പുറത്താക്കി. അത് എന്നോട് പറഞ്ഞ് എനിക്ക് അവരെ വേണ്ട എന്ന് പറഞ്ഞിരുന്നതാ നേരത്തെ കുട്ടിയൊക്കെ. അപ്പൊ അവര് കാശുകാരായപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ, എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്ന് വെച്ചാൽ എൻ്റെതെല്ലാം അയാളാ നശിപ്പിച്ചത്. അതെല്ലാം കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് മാറി, കാല് ചവിട്ടി അങ്ങോട്ട് മാറിയതാ. മാറി മൂത്ത മോനെ കണ്ട് ദുബൈയിൽ ഇപ്പോൾ കൊണ്ടുപോയി. ഇപ്പൊ ദുബൈയിൽ ഉണ്ടെന്ന അറിവുണ്ട്. എനിക്ക് എൻ്റെ വാപ്പ എനിക്ക് വാങ്ങിച്ചു തന്നതാ വയസ്സാ ടൈമിൽ. എനിക്കത് തിരിച്ചു കിട്ടണം. എനിക്ക് വാങ്ങി തരാന്നുള്ള രേഖ തന്നിട്ടാ എനിക്കത് വിറ്റത്. അങ്ങനെ ഇപ്പോഴുള്ള ഡിമാൻഡ് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഭർത്താവായിട്ട് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് എന്ന് പറഞ്ഞാൽ അവർ പോയി ഇവിടെ നിന്ന് കഴിഞ്ഞ 2015 ജൂലൈ 6 ഇവിടെ നിന്ന് ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോയ ആള് ജൂലൈ 16 എന്നുള്ള ട്രെയിനിൽ എനിക്ക് തലാക്ക് ലെറ്റർ അയച്ച്. അത് എന്ത് പറഞ്ഞാൽ അവർ പറഞ്ഞ്, അവരെ വൈഫും മക്കളും എല്ലാം കൂടി പറഞ്ഞ് അവർക്ക് തലാക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു. അത് അങ്ങനെ ലെറ്റർ നിങ്ങളെ പ്രശ്നങ്ങൾ തീർത്തു തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രശ്നം അതെനിക്കറിയില്ല, അത് അവരോടാ പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാം. നിങ്ങൾ ഈ തലാക്ക് കിട്ടിയാല് നിങ്ങൾ കൊടുക്കേണ്ട മറുപടി എന്താ വെച്ചാൽ, ഈ തലാക്ക് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്റെ കടങ്ങൾ തരണം, അല്ലാണ്ട് തലാക്ക് വാലിഡ് ആവില്ല. അത് അയച്ചിട്ട് പിന്നീട് എന്നോട് ലാസ്റ്റ് പറഞ്ഞു അവരെന്നെ ചതിക്കുമായിരുന്നു, നീ അതങ്ങ് വലിച്ച് കീറിക്കളാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ എന്റെ ഹസ്ബൻഡ് ലാസ്റ്റ് എന്നോട് പറയുക, പൈസ കൊടുത്തില്ല അതുകൊണ്ട് അത് വലിച്ച് കീറി കളയാന്ന്. ലെറ്റർ അയച്ചില്ല, അത് തലാക്ക് ലെറ്റർ എനിക്ക് അയച്ചല്ലോ. അതിൽ ഡേറ്റ് കിടക്കുന്നത് ഇവിടെ നിന്ന് പോയത് 6 അതിൽ കിടക്കുന്ന ഡേറ്റ് 16 ജൂലൈ 16. ഈ 10 ദിവസത്തിന്റെ ഇടയിൽ നടന്നതാ. ഡൽഹിയിൽ നിന്ന് പോകുന്നത് 6 16 ഡൈവോഴ്സ്. ഇപ്പൊ നിങ്ങൾ ഈ തലാക്ക് ഇപ്പോ എവിടെയാണ് നിങ്ങളുടെ ഇത് ചെയ്തത്? അതൊന്നും ചെയ്തിട്ടില്ല, അതെന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത് തലാക്കല്ലേ വെച്ച് നിങ്ങൾ എവിടെ വെച്ചിട്ട് നിക്കാഹ് വെച്ച്? എന്റെ നാട്ടിൽ വെച്ച്. ആ പള്ളിയിൽ നിങ്ങൾ പരാതി കൊടുക്കും? പള്ളിയിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. കൊടുക്കും. എങ്ങനെ എന്നെ വഞ്ചിച്ച് പോയിട്ടുണ്ട് ഇയാള്, എൻ്റെ എല്ലാവിധ അവകാശങ്ങളും വാങ്ങിച്ചു തരണം, ഇയാളെപ്പോഴത്തെ അഡ്രസ്സ് ഇതാണ്, ഇയാളെ നാട്ടിലെ അഡ്രസ്സ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മഹലിന് കത്തയക്കാൻ പറയാം. അവിടെ ഒരു മഹലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മഹലിൽ എൻ്റെ വിവാഹമോചനം ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കുന്നില്ല, എൻ്റെ പൈസ കിട്ടാതെ. ഒരു വക്കീലിനെ കൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്യിച്ചിട്ട് ഈ മഹൽ കമ്മിറ്റിക്ക് അയക്കുക, ഒരു കോപ്പി ആൾക്ക് അയക്കുക. ആർക്ക്? ഈ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. മനസ്സിലായില്ലേ? ഇവിടുത്തെ കോടതിയിൽ ഒരു കേസ്, നിങ്ങളുടെ വർക്കല കോടതിയിൽ ഒരു കേസ് കൊടുക്കുക. കേസ് അവിടെ കിടക്കട്ടെ, വലിയ പൈസയൊന്നും വരില്ല. നിങ്ങളിപ്പോൾ ഏതായാലും നാട്ടിൽ വന്നിരിക്കുകയല്ലേ, വർക്കലയിൽ പോയി ഒരു വക്കീലിനെ കണ്ട് ആ വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. അത് ഒരു കത്ത് ജമാഅത്ത് കമ്മിറ്റിക്ക് അയക്കുകയും ചെയ്യാം. ഇപ്പോൾ ദുബായിലുണ്ട്. നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയാൽ മതി, അയാൾ ആവശ്യമില്ല. ഇല്ല, എനിക്ക് എൻ്റെ പൈസ കിട്ടിയത്
നിങ്ങളങ്ങ് ജീവിച്ചു പോക്കോളൂ. അത്രയുള്ളൂ. ഡിമാൻഡ് വളരെ സിമ്പിളാണ്. നന്നായി. ദുബായിലെ പ്രവാസ ലോകം പ്രവർത്തകരോടും സൈനുദ്ദീൻ എന്ന് പറയുന്ന ആളോടും കൂടിയാണ്. ഇതിൽ രണ്ടു കൂട്ടരും മക്കളുള്ളവരും വീണ്ടും വിവാഹം കഴിച്ചവരും. നിങ്ങൾക്കും ആൺകുട്ടികളുണ്ട്, ഇവർക്കും ആൺകുട്ടികളുണ്ട്. ഇവരുടെ പരാതി നിങ്ങൾ അവരുടെ സ്വത്ത് വിറ്റു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളുമായിട്ട് ജീവിക്കാൻ ഇനി താല്പര്യമില്ല സൈനുദ്ദീൻ. അപ്പോൾ സൈനുദ്ദീനും സൈനുദ്ദീൻ്റെ പുത്രന്മാരും കുടുംബാംഗങ്ങളും ചെയ്യേണ്ടത്, ഒരു സ്ത്രീയുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തലാഖ് ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കണം. അതൊരു ന്യായമായ ആവശ്യം. അവർക്കും ഇപ്പം നിങ്ങളെ ആവശ്യമില്ല. അവരുടെ ജീവിതം, അവർ 2 മക്കളുണ്ട്, ആൺമക്കളുണ്ട്. 20 വയസ്സായ 18 വയസ്സായ 2 ആൺമക്കളുണ്ട്. അവരുമായി ജീവിതം തുടർന്നു പോകാൻ തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ അവരൊരു ഷണ്ടക്കില്ല നിങ്ങളായിട്ട്. നിങ്ങൾ കൊടുത്ത കാശ് അവർക്ക് കിട്ടണം. അതവരുടെ ഒരു ആവശ്യം. അത് ന്യായമായ ആവശ്യമാണ് സൈനുദ്ദീൻ. വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങളെ ഭർത്തൃ പദവിയിൽ അവർക്ക് ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന തലാഖ് അവർ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിനൊരു കണ്ടീഷൻ മാത്രമേ, അവരെ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അത് ഏതാൾ കേട്ടാലും ന്യായം പറയുന്നതാണ്. നിങ്ങൾക്ക് അവിടെ കടണ്ട്, ഇവിടെ കടണ്ടാവുന്ന വിഷയമല്ല. അപ്പോൾ ആ ന്യായമായ പൈസ തിരിച്ചു കൊടുക്കലാണ് ഒരു മനുഷ്യത്വപരമായ നിലപാട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഉത്തരേന്ത്യയിൽ കൊടും തണുപ്പിലും ചൂടിലും കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവരുടെ ജീവിതം നയിക്കുന്നത്. ഡൽഹിയിലെ ചൂടും തണുപ്പൊക്കെ നമുക്കറിയാവുന്ന ഒരു ചെറിയ കട നടത്തിയിട്ട് 3-4 ആളോ ജോലി ചെയ്യുന്ന ഒരു ചായക്കട നടത്തി ഉപജീവനം നടത്തുന്ന ഒരു ആളാണിപ്പോൾ അവർ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വേഗം അവരുടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യണം. ഇതാണ് ഒരു മാന്യമായ സെറ്റിൽമെൻ്റാണ് ഇവർ വന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ആ മാന്യമായ സെറ്റിൽമെൻറ്റ് ഞങ്ങൾ അംഗീകരിക്കുകയാണ്, പ്രേക്ഷകർ അംഗീകരിക്കുകയാണ്, നിങ്ങളെ കുടുംബം അംഗീകരിക്കണം, ജുമായത്ത് അംഗീകരിക്കും. 2 കൂട്ടരുടെ യാതൊരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒത്തുതീർപ്പാണ് അവർ നമ്മളടുത്ത് വരുന്നത്. അവർ നിസാമുദ്ദീൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന ആളാണ് എന്ന ഒരു ഇതുകൂടി അവർക്കുണ്ട്. എല്ലാ ജാതി മതസ്ഥരും ചെന്ന് നിരവധി മഹാത്മാക്കളുടെ കബറിടങ്ങളുള്ള ഒരു സ്ഥലമാണ് നിസാമുദ്ദീൻ. അദ്ദേഹം മാത്രമല്ല, പ്രശസ്തരായ നിരവധി കവികൾ എല്ലാം അന്തിയുറങ്ങുന്ന സ്ഥലത്താണ് ഇവർ വരുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനം ഉണ്ടാക്കേണ്ടത് എല്ലാ പ്രേക്ഷകരുടെയും സുഹൃത്തുക്കളുടെയും കടമയാണ്. അതുകൊണ്ട് സൈനുദ്ദീൻ അവരെ വേണ്ട നിലയിൽ പരിഗണിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി മക്കളും ഉപ്പാനുപദേശിച്ച് നല്ല നിലയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോരെ? ശരി. മൂന്ന് വർഷം മുമ്പ് മേഖലയെ വിവാഹം ചെയ്ത ചിറ്റൂർ സ്വദേശി ശിവദാസ് കഴിഞ്ഞ 4 മാസം മുമ്പ് സൗദി അറേബ്യയിലേക്ക് പോയി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ശിവദാസ് മേഖലയിൽ നിന്നും അകലുകയാണ്. കഴിഞ്ഞ 3 മാസമായി താനുമായി പിണങ്ങിയിരിക്കുന്ന മരുമകന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് കുമാരസ്വാമി പ്രവാസ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മകള് വന്നില്ലേ മേഖല? അതെന്താ പറഞ്ഞു? അവള് ഒരിക്കൽ പ്രശ്നമായി വന്നിട്ട് വിഷം കഴിച്ചു. അല്ല, ഇവിടെ വരാഞ്ഞെന്തേ? അല്ല, അപ്പോൾ നമ്മൾ ഒരുപാട് എന്തെങ്കിലും പ്രസ് ചെയ്യുമ്പോൾ അതാവുമല്ലോ എന്ന് വെച്ചിട്ട്. എത്ര വയസ്സായി മേഖലക്ക്? 22ാമത്തെ വയസ്സ്. ഇയാള് പിന്നെ ഒരു വിവരമില്ല, ഇയാളെ ഭർത്താവ്? മക്കളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് 4 മാസവും 14 ദിവസവും ഉണ്ടായിരുന്നുള്ളൂ. അവൻ ചിറ്റൂര്. അയാൾക്ക് എന്താ പണി? അവിടെ ദുബായിലാണ്, വർക്ക്ഷോപ്പാണെന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിനുശേഷം പിന്നെ അവിടെ പോയ ശേഷം മുമ്പൊക്കെ പോയിട്ട് വന്നതാണ്. അല്ലല്ല, അതൊന്നുമില്ല. അത് എൻ്റെ അമ്മയുടെ നാട് അവിടെയാണ്, ചിറ്റൂര്. അത് കാരണം അങ്ങനത്തെ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. ഇയാള് ഈ കുട്ടിയോട് അകൽച്ച കാണിക്കുന്നത് എന്തുകൊണ്ടാ?
അതിന് കുറേ സ്വർണം അവള് പിന്നെ അവൾക്ക് 30 പവൻ സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി വാങ്ങിക്കാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട് തേപ്പാണെന്ന് പറഞ്ഞാൽ വീടും പെരപ്പണിയും കല്യാണവും ഒപ്പമായിരുന്നു. ആ സമയത്താണ് കല്യാണം കഴിച്ച് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിന് വേണമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഞാനൊരു 50,000 രൂപ ശരിയാക്കി കൊടുത്തു. നിങ്ങൾക്ക് എന്താ പണി? ഞാനൊരു AVP ലിമിറ്റഡ് കമ്പനിയിലാണ്, ആര്യവൈദ്യ ഫാർമസി. അതിൽ ലോണിൽ തന്നെയാണ് എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ലോണിൽ അത് ഇപ്പം ഞാൻ പിന്നെ അത് അങ്ങനെ ഈ വിഷം കഴിച്ച കാരണം, മോള് വിഷം കഴിച്ച കാരണം അത് കേസായിപ്പോയി. കേസായിട്ട് കേസിൽ നമുക്ക് ഓർഡർ കിട്ടുന്നതിന് മുഴുവൻ ഈ ശിവദാസിൻ്റെ പേരിക്കാ വരുന്നുള്ളൂ, വീട്ടുകാരുടെ പേരിക്കൊന്നും അത് വരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരനില്ലാതെ കാരണം നമുക്കൊരു ഓർഡറും ശരിയായി കിട്ടുന്നില്ല. വക്കീലുമാർ മുഴുവനും MLA MP അവരോടൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, എംബസി മുഖാന്തരം തന്നെ നിങ്ങൾ ഇവിടെ പ്രവാസ ലോകത്തിലേക്ക് പോയി വേണ്ട കൈകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, MP-ക്ക് ഒരു കത്ത് കൊടുക്കണം. ഇയാളിങ്ങനെ എൻ്റെ മകളെ കബളിപ്പിച്ചിട്ട് പോയിട്ട് ഇനിയിപ്പോൾ അയാളെ വേണ്ട നമുക്ക്, അല്ലേ? ഇനി നമുക്ക് അയാളെ ആവശ്യമില്ല. അയാൾക്ക് ആവശ്യമുണ്ടെന്ന് സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ പഴയതുപോലെ സ്വീകരിക്കട്ടെ. അല്ലെങ്കിൽ മകളുടെ അവസ്ഥ എന്താ? മകൾക്ക് വേണം തന്നെയാണ്, മകള് ഇഷ്ടം തന്നെയാ പറയുന്നത്. ഇപ്പൊ ശിവദാസനെ നമ്മളെങ്ങനെയും ശിവദാസൻ വേറെ തെറ്റൊന്നുമില്ലല്ലോ. ഇതല്ല അവിടെ എല്ലാം ചോദിച്ചാലും ഇത് തന്നെയാണ് കാരണമുള്ളൂ. പിന്നെ സംശയങ്ങൾ ഇത്തിരി കൂടുതൽ. ആർക്ക്? ശിവദാസൻ. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മക്കളെ ആരെങ്കിലും കൂടെ പോവുക വരിക എന്തെങ്കിലും ചെയ്താൽ, അങ്ങനെ അമ്മാവിൻ്റെ മക്കളുടെ കൂടെ എന്തെങ്കിലും പോവുക വരിക ചെയ്താൽ അപ്പോഴും സംശയം തന്നെയാണ്. ഏതും ചെറിയ പ്രശ്നത്തിനൊക്കെ പ്രശ്നം തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിന് കൂടെ അമ്മയാണ് ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് ഈ മോനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ശിവദാസൻ സൗദിയിലുണ്ട്. അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശിവദാസൻ കല്യാണം കഴിച്ചു, രണ്ടു കൂട്ടരും തരക്കടില്ലാത്ത ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു. ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ആ കുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ വരെ നോക്കി. അതൊരു വലിയ സീരിയസ് ഇഷ്യൂയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി വരാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ ആ കുട്ടി ശിവദാസനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ പോവുകയൊക്കെ ചെയ്യില്ലേ ശിവദാസ? അതൊക്കെ വേറൊരു നിലയിൽ മനസ്സുകൊണ്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അവർ നിങ്ങളുമായി സഹകരിച്ച് പോകാൻ തയ്യാറാണ്. നിങ്ങളും അതിന് തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തയ്യാറായില്ലെങ്കിൽ, നിങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ അവരുടെ പൈസ ഒക്കെ തിരിച്ചു കൊടുക്കണം, അല്ലേ? അതിനുള്ള ശിക്ഷ നടപടികൾ നിങ്ങൾക്ക് എന്തായാലും ആ നിലയിൽ നിങ്ങളെ ഏതെങ്കിലും അവർ വിടാൻ പോകുന്നില്ല, നാടും വിടാൻ പോകുന്നില്ല. അപ്പോൾ അത് വേണ്ട, നല്ല നിലയിൽ പോലല്ലേ നല്ലത്. ഒരു വിവാഹം കഴിച്ചു, പിന്നെ ഇനി വേറെ വിവാഹം കഴിച്ചാൽ ഇതിലും മോശമായിട്ട് പെണ്ണാവുന്നതെന്ന് വെച്ചെങ്കിലോ, ഇതിപ്പോൾ അവരൊരു കുഴപ്പമില്ല. വേറെ ഒരു സ്ത്രീ വന്നാലും നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിക്കൂടെ? അപ്പോൾ സംശയം എന്ന് പറയുന്നത് ഒരു തരം മനോരോഗമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നിലയിൽ ഭാര്യയുമായി സ്നേഹിച്ച് കഴിയലാണ് ഉചിതമായി തോന്നുന്നത്. പ്രവാസ ലോകത്തിൽ വന്നത് നിങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം ഞങ്ങളും പറയുന്നത് ശിവദാസനും ഭാര്യയും നല്ല നിലയിൽ കഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് കഴിഞ്ഞ ചെറിയ പിണക്കങ്ങളൊക്കെ മറന്ന് ഒന്നിക്കലാണ് നല്ലത്. അതിന് ശിവദാസൻ്റെ വീട്ടുകാരും സഹായിക്കണം എന്നുള്ളതാണ്. മനുഷ്യരല്ലേ, ചിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞതൊക്കെ മറക്കുക, നല്ല നിലയിൽ ഒന്നിച്ചു പോകാനാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി. എനിക്ക് ഇനി താഴെയും 2 പെൺകുട്ടികളാണ്. മനസ്സിലായി. അപ്പോൾ അത് കാരണം എനിക്ക് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ 3 വർഷമായി നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പിന്നെയും മാറി ഇങ്ങനെ നിന്നത്. ഇതിപ്പോൾ എനിക്ക് ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. ഇല്ല ഇതിനൊരു വഴി ഉണ്ടാവുന്ന എനിക്കൊരു വഴി ഉണ്ടാക്കി തന്നെ പ്രവാസി ലോകം. നമസ്കാരം. സൈനുദ്ദീൻ എന്തിന് ഷഫീനയെ വിട്ടുപിരിഞ്ഞു എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഷഫീനയ്ക്കിനി സൈനുദ്ദീനെ വേണ്ട.
സൈനുദ്ദീൻ ഷഫീനയിൽ നിന്നും കൈയടക്കിയ സ്വത്തുക്കൾ തിരിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസി ലോകം ഇവിടെ അവസാനിക്കുന്നു.